നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിന്റെ വാർഷിക ആഘോഷവും ബിരുദദാന ചടങ്ങും നടന്നു. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കണ്ടശാംകടവിലെ KSEB ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരന്റെ യാത്രയയപ്പിൽ സഹപ്രവർത്തകർ തീർത്തത് ഗസൽ കൊണ്ട് തേൻമഴ. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിന്റെ വാർഷിക ആഘോഷവും ബിരുദദാന ചടങ്ങും നടന്നു. പരിപാടി ഡോക്ടർ വൈദ്യ M. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സിന്ധു സുജിത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷീനിയ വർമ്മ മുഖ്യ അതിഥിയായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി ശ്രീശങ്കർ, ധന്യ സുനിൽ എന്നിവർ സംസാരിച്ചു. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പള്ളി കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലി ഇറങ്ങിയത്. പാടികൾക്കരികിൽ നിന്നാണ് പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത്. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. ഇവയുടെ കൂട്ടത്തോടെയുള്ള കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ പുലിയിറങ്ങുന്നത് അറിയുന്നത്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലിയിറങ്ങുന്നത്. കുട്ടികളും സ്ത്രീകളും ഭീതിയോടെയാണ് കഴിയുന്നത്. 2 ആഴ്ച മുൻപായി കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. പ്രദേശത്ത് പുലിയുടെ ആക്രമണം പതിവായിട്ടും വനംവകുപ്പ് അധികൃതർ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാദിനം രാവിലെ പഞ്ചാരിമളം നെട്ടിശ്ശേരി രാജേഷ് മാരാരുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് കാഴ്ചശിവേലി, സന്ധ്യയ്ക്ക് ദീപാരാധന, പഞ്ചവാദ്യം എന്നിവ നടന്നു. ഏങ്ങണ്ടിയൂർ പുളിഞ്ചോട് സെന്ററിന് സമീപം പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പുകൾ ഇടുന്നതിനായി റോഡിന് കുറുകെ കുഴിയെടുത്തത് ചെറിയ വാഹന യാത്രക്കാർക്ക് ഏറെ ദുരിതം പേറുന്നു. നിരന്തരം ഈ പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. ഈ ഭാഗത്ത് ഒട്ടനവധി കുഴികളാണ് ഇപ്പോഴും അപകടകരമായ റോഡിന് കുറുകെയുള്ളത്. ഈ കുഴികളെടുത്ത റോഡ് കുഴികൾ അടച്ച് ടാറിംഗ് നടത്തി സഞ്ചാരി യോഗ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചേറ്റുവയിലെ സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കൊട്ടുമ്മൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയ്ക്ക് മുമ്പ് കുഴികൾ അടയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതാണ്. ഇതുവരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. പൈപ്പിടുന്നതിനായി റോഡിന് കുറുകെ കുഴിയെടുത്തിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ വാഹനയാത്രക്കാരെ അപകടത്തിലേക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ് കരാറുകാരനും ഉദ്യോഗസ്ഥരും. അടിയന്തര നടപടിക്കായി ലത്തീഫ് കൊട്ടുമ്മൽ വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് പരാതി നൽകി. മഞ്ഞപ്പിത്ത ജാഗ്രത. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. തൃശൂർ, മലപ്പുറം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകാൻ ഹോട്ടലുകൾക്ക് നിർദ്ദേശം. ജ്യൂസിന് ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ട് മാത്രമേ ഉപയോഗിക്കാവൂ.
മഞ്ഞപ്പിത്തത്തിന് സ്വന്തം ചികിത്സ പാടില്ല. ശാസ്ത്രീയ ചികിത്സ തേടണം. ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ഹെൽത്ത് കാർഡ് പരിശോധന കർശനമാക്കണമെന്നിവയാണ് നിർദ്ദേശങ്ങൾ. കണ്ടശാങ്കടവിലെ KSEB ഓഫീസിലെത്തിയവർ ഗസൽ സംഗീതത്തിന്റെ അലയടികൾ കേട്ട് ആദ്യമൊന്നമ്പരന്നു. മെഹദി ഹസന്റെ ഗസലുകളും MS ബാബുരാജിന്റെ ഗാനങ്ങളും കേട്ടവർ അതിശയിച്ചു. KSEBയിൽ നിന്ന് വിരമിക്കുന്ന ഓവർസിയർ അരിമ്പൂർ സ്വദേശി മാളിയേക്കൽ വീട്ടിൽ സതീശന്റെ യാത്രയയപ്പ് പ്രമാണിച്ചാണ് സംഗീത പ്രേമികളായ സഹപ്രവർത്തകർ ഗസലുകൾ കൊണ്ട് തേൻമഴ തീർത്തത്. റിട്ടയർഡ് KSEB സൂപ്രണ്ടുമാരായ ജയ്ദീപും ജയരാജും ഗാനങ്ങൾ ആലപിച്ചു. സബ് എഞ്ചിനീയർമാരും വേദിയിലെത്തി ഗാനങ്ങൾ ആലപിച്ചതോടെ ആവേശം കൂടി. ലൈൻമാൻമാരും സുഹൃത്തുക്കളും കൂടി പാട്ടുകൾ പാടാൻ എത്തിയതോടെ തൃക്കുന്നത്തുള്ള KSEB ഓഫീസ് പരിസരം ഗസലുകളാൽ നിറഞ്ഞു. ഗാനങ്ങൾ താളം പകരാനായി തബല വായിച്ചത് അരിമ്പൂർ KSEB ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് സജിത് കുമാറാണ്. മുൻ KSEB ഡയറക്ടർ CV നന്ദനും വേദിയിൽ എത്തിയതോടെ പാട്ടിന്റെ പാലാഴി തീർക്കുകയായിരുന്നു. ഓരോ കലാകാരന്മാരും 25-ലധികം ഗാനങ്ങൾ വേദിയിൽ ആലപിച്ചു. KSEBയിലെ വിവിധ സെക്ഷനുകളിൽ നിന്നുള്ളവരും ഗസൽ മഴയിൽ പങ്കെടുത്തു. എൻ്റെ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ KSEBയിലത്തെ ജീവനക്കാരടങ്ങുന്ന ഒരു സംഗീത കൂട്ടായ്മയുണ്ട്. അവരുടെ ഒരു കൂടിച്ചേരൽ ചേർന്ന് ഇന്ന് ഒരു ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ധാരാളം പേര് നമ്മുടെ KSEB മുൻ ഡയറക്ടറായിട്ടുള്ള CV നന്ദൻ സാറ്, സൂപ്രണ്ടുമാരായിട്ട് വിരമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ധാരാളം പേര്, ജയദീപ്, ജയരാജ്, പിന്നെ നമ്മുടെ അരിമ്പൂർ സീനിയർ സൂപ്രണ്ടായിട്ടുള്ള സജിത് കുമാർ തബല വായിച്ചു. ധാരാളം പേര് പങ്കെടുക്കുന്ന കൂട്ടായ്മകൾ എല്ലാ ഞായറാഴ്ചകളിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് നടത്താറുണ്ട്. ഞങ്ങള് രാപ്പാളിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. രാപ്പാൾ കരവെട്ട് പ്രസാദിന്റെ പറമ്പിൽ നിന്നാണ് 12 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. കരിങ്കൽ ഭിത്തിക്കരികിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുരമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു. തൃശൂർ പിരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 66ാമത് ദിനം നൃത്തമണ്ഡപത്തിൽ ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള നർത്തകിമാർ തങ്ങളുടെ നൃത്തപാഠവും കാഴ്ചവെച്ചു. അശ്വിനി ബാംഗ്ലൂർ തന്റെ ഗുരു പാർശ്വനാഥ് ചിട്ടപ്പെടുത്തിയ മൈസൂർ വാസുദേവചാർ കൃതിയും കന്നഡ രാഗത്തിൽ സ്വാതി തിരുനാൾ കൃതിയായ മാമവ സദാ ജനനിയിൽ ഗുരു മമതകാരൻ ചിട്ടപ്പെടുത്തിയ മെയ്വഴക്കത്തോടെ ഭരതനാട്യമാടിയത് ശ്രദ്ധേയമായി. ചെന്നൈയിൽ നിന്ന് വന്ന മോനിഷിയും ദിവ്യയും ഭരതനാട്യം അവതരിപ്പിച്ചു. തുടർന്ന് നടവരമ്പ് നാദം കലാക്ഷേത്രത്തിലെ ഗീതാ ശർമ്മയുടെ ശിഷ്യകളായ കലാകാരികൾ അവതരിപ്പിച്ച തിരുവാതിരകളി ഉണ്ടായിരുന്നു. സംഗീതയും ഗീതാ ശർമ്മ എന്നിവർ വായ്പാട്ടിലും കണ്ണൻ വാര്യർ ഇടക്കിയിലും പക്കം വായിച്ചു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി പൊന്നാടയും പ്രശസ്തിപത്രവും പ്രസാദവും നൽകി ആദരിച്ചു. അതിരപ്പള്ളി വനത്തിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വാച്ചുമരം കോളനിക്ക് സമീപം ആണ് പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വനത്തിൽ കാണാതായ വാച്ചുമരം കോളനി നിവാസി വയോധിക അമ്മിണിക്കായി വനംവകുപ്പ് നടത്തുന്ന തിരച്ചിലിനിടയിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തി നടത്തിയ പരിശോധനയിൽ ആനയുടെ മസ്തകത്തിൽ മുറിവ് കണ്ടെത്തിയിട്ടുണ്ട്. ആനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പറ്റിയ മുറിവാണിതെന്ന നിഗമനം. ആനയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം കണ്ടെത്താനാവുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം വനത്തിൽ സംസ്കരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6675 രൂപ, പവന് 53,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിന്റെ വാർഷിക ആഘോഷവും ബിരുദദാന ചടങ്ങും നടന്നു. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു.
കണ്ടശാംകടവിലെ KSEB ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരന്റെ യാത്രയയപ്പിൽ സഹപ്രവർത്തകർ തീർത്തത് ഗസൽ കൊണ്ട് തേൻമഴ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.